വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് വരികയാണ്. SFIOയുടെ അന്വേഷണം കൊച്ചിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്കും എത്തിയിരിക്കുകയാണ്. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായ അരുൺ പ്രസാദ് തിരുവനന്തപുരത്ത് എത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇപ്പോൾ പരിശോധന നടത്തുന്നത് KSIDCയിലാണ്, കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷനിലാണ് പരിശോധന നടത്തുന്നത്. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ എക്സാലോജി കമ്പനിയും CMRLുമായുള്ള ഇടപാടിന്റെ നിജസ്ഥിതികൾ അറിയുന്നതിന് വേണ്ടിയാണ് KSIDCയിലും. KSIDCക്ക് ഓഹരി പങ്കാളിത്തം ഉള്ളതാണ് CMRLിൽ. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ തലസ്ഥാനത്തെ KSIDCയിൽ പരിശോധന നടത്തുന്നത്. കൂടുതൽ വിവരങ്ങളുമായി VV അരുൺ ചേരുകയാണ്. അരുൺ, ഇപ്പോൾ നിൽക്കുന്നത് KSIDC ആസ്ഥാനത്തിന് മുന്നിലാണല്ലോ. എന്തൊക്കെയാണ് വിവരം? അരുൺ പ്രസാദ് നേരിട്ടാണോ ഈ പരിശോധനയ്ക്ക് നേതൃത്വം നൽകുന്നത്? മഞ്ജുഷ, മാസപ്പെട്ടി കേസിൽ അന്വേഷണം വളരെ നിർണായക ഘട്ടത്തിലേക്ക് കടക്കുന്നു. വളരെ പ്രധാനപ്പെട്ട തലത്തിലേക്ക് അന്വേഷണം കടക്കുന്നു. കേരള സംസ്ഥാന വ്യവസായ വികസന കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ കോർപ്പറേറ്റ് ഓഫീസാണ്. ഇവിടെ ക്ലിഫ് ഹൌസിന് ഏകദേശം 1 കിലോമീറ്ററിന് അകലെയുള്ള KSIDC ആസ്ഥാനത്താണ് ഇപ്പോൾ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ അന്വേഷണ സംഘം ഇവിടെ എത്തിയിട്ടുള്ളത്. ഡെപ്യൂട്ടി ഡയറക്ടർ അരുൺ പ്രസാദിനുള്ള 4-അംഗ സംഘമാണ് ഇവിടെ അല്പസമയം മുമ്പ് അന്വേഷണത്തെത്തിയത്. CMRലെ പരിശോധനകൾക്ക് ശേഷമാണ് സംഘം ഇവിടേക്ക് എത്തിയത്. അതായത് അവിടെ നിന്ന് ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിലാകും ഈ KSIDC ആസ്ഥാനത്തേക്ക് അന്വേഷണ സംഘം എത്തിയതെന്ന് തന്നെ മനസ്സിലാക്കണം. ഇപ്പോൾ 4-അംഗ ഉദ്യോഗസ്ഥ സംഘമാണ്, അരുൺ പ്രസാദ് നേതൃത്വത്തിലുള്ള 4-അംഗ ഉദ്യോഗസ്ഥ സംഘമാണ് ഇപ്പോൾ KSIDC ആസ്ഥാനത്ത് ഉള്ളത്. ഇവിടെ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട CMRൽ ഓഹരി പങ്കാളിത്തമുള്ള സ്ഥാപനമാണ്, പൊതുമേഖലാ സ്ഥാപനമാണ് KSIDC. അവിടെയാണ് ഇതുമായി ബന്ധപ്പെട്ട നിർണായകമായ പരിശോധനകൾ ഇപ്പോൾ നടക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട പരിശോധന എന്ന് പറയേണ്ടി വരും. കാരണം മാസപ്പടി വിവാദത്തിലുമായി ബന്ധപ്പെട്ട തുടർ അന്വേഷണങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു നടപടിക്രമമായി ഈ ഒരു പരിശോധന മാറുമെന്ന് ഉറപ്പാണ്. കാരണം വളരെ പ്രധാനപ്പെട്ട തെളിവുകൾ ശേഖരിക്കണം. CMRൽ ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ നേരത്തെ തന്നെ അന്വേഷണ സംഘം ശേഖരിച്ചിരുന്നു. അതിന്റെ ഭാഗമായുള്ള തുടർച്ചയായുള്ള അന്വേഷണമാണ് ഇപ്പോൾ ഈ KSIDC. അരുൺ, വളരെ നിർണായകമായ ഒരു ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു എന്ന കാര്യം ഉറപ്പാണല്ലോ. കാരണം KSIDCക്ക് 14% ഓഹരി പങ്കാളിത്തമുള്ളതാണ് CMRലിൽ. അതുകൊണ്ട് തന്നെ KSIDCയുടെ ഡയറക്ടർമാർ അറിയാതെ എക്സാലോജിക്കുമായിട്ട് ഇങ്ങനെ ഒരു ഇടപാട് നടന്നിട്ടുണ്ടെങ്കിൽ അത് എന്തുകൊണ്ട് അങ്ങനെ നടന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ അന്വേഷണത്തിൽ വരികയാണല്ലോ. ക്ലിഫ് ഹൌസിൽ നിന്ന് 1 കിലോമീറ്റർ മാത്രം അകലെ KSIDC, അടുത്തത് ക്ലിഫ് ഹൌസിലേക്കാകുമോ അന്വേഷണം? KSIDCയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. VV അരുണാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. KSIDC ആസ്ഥാനത്താണ് ഇപ്പോൾ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേറ്റീവ് ഓഫീസർ അന്വേഷണം നടത്തുന്നത്. ഡെപ്യൂട്ടി ഡയറക്ടർ അരുൺ പ്രസാദിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷണം നടത്തുന്നത്. എന്താണ് എക്സാലോജിക്കുമായുള്ള ഇടപാട്, ഇക്കാര്യത്തെക്കുറിച്ചുള്ള അന്വേഷണമാണ്. അരുൺ, 1 കിലോമീറ്റർ മാത്രം അകലെ ക്ലിഫ് ഹൌസിൽ നിന്ന് അടുത്ത അന്വേഷണം ക്ലിഫ് ഹൌസിലേക്കാകുമോ എന്നുള്ള ഒരു കൗതുകം കൂടി ഇക്കാര്യത്തിൽ ഉണ്ടല്ലോ. സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു അന്വേഷണത്തിലേക്കല്ലേ പോകുന്നത്? തീർച്ചയായും അത്തരം അന്വേഷണം ഉണ്ടാകും. ക്ലിഫ് ഹൌസിൽ എന്ന് നമുക്ക് പൂർണ്ണമായി പറയാൻ കഴിയില്ലെങ്കിൽ പോലും വീണ വിജയന്റെ മൊഴിയെടുപ്പ് ഇതുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമായി തീരും. കാരണം വീണ വിജയന്റെ കമ്പനിക്കാണ്, എക്സാലോജിക്കിനാണ് ഇത്തരം ചെയ്യാത്ത സേവനത്തിന് പണം കൈപ്പറ്റി, പ്രതിഫലം കൈപ്പറ്റി എന്ന ആരോപണമുള്ളത്. സ്വാഭാവികമായും വീണ വിജയന്റെ മൊഴി അവരുടെ ഓഫീസ് സ്വാഭാവികമായും ബംഗളൂരുവിലാണ്. പക്ഷേ ആദ്യം കമ്പനി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് AKG ഫ്ളാറ്റിന്റെ വിലാസിലാണ്. സ്വാഭാവികം അതുകൊണ്ട് തന്നെ അന്വേഷണം വീണ വിജയനിലേക്ക് എത്തുമെന്ന് ഉറപ്പാണ്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ക്ലിഫ് ഹൌസിൽ നിന്ന് ഏതാനും മീറ്ററുകൾ മാത്രം, കഷ്ടിച്ച് 1 കിലോമീറ്ററെങ്കിലും, പരമാവധി 1 കിലോമീറ്ററാണ് ഇവിടെ നിന്ന് അകലമുള്ളത്. അത്ര അടുത്തേക്ക് അന്വേഷണം എത്തുന്നു. ഇനി അതിന് വൈകൽ ഉണ്ടാവുകയില്ല എന്നാണല്ലോ. ഇന്നലെയും മിനിയാന്നുമായിട്ട് കൊച്ചിയിൽ അന്വേഷണം നടന്നപ്പോൾ തന്നെ നമ്മൾ ഈ ചോദ്യം ഉന്നയിച്ചിരുന്നു. അടുത്ത അന്വേഷണം തലസ്ഥാനത്തേക്കായിരിക്കുമോ? ഈ വിലാസം AKG സെന്റർ വിലാസമായിരുന്നത് കൊണ്ട് തന്നെ AKG സെന്ററിലേക്ക് എത്തുമോ എക്സാലോജിക്കിന്റെ ഇടപാടുകൾ പരിശോധിക്കാനെന്ന്? അപ്പോൾ ഇത് തുടർ പരിശോധനകളായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും നടക്കാൻ പോകുന്നത്. തീർച്ചയായും CMRലിൽ നിന്ന് ലഭിച്ച തെളിവുകളുണ്ട്, അല്ലെങ്കിൽ അവിടെ നിന്ന് ശേഖരിച്ച തെളിവുകളുണ്ട്, അവിടെ നിന്ന് ലഭിച്ച മൊഴികളുണ്ടാകും. സ്വാഭാവികമായും
ആ തെളിവുകളുടെയും മൊഴികളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ തുടരന്വേഷണം ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ KSIDC ആസ്ഥാനത്ത് CMR ഓഹരി പങ്കാളിത്തമുള്ള KSIDCയുടെ കോർപ്പറേറ്റ് ഓഫീസിൽ അന്വേഷണ സംഘം എത്തി നിൽക്കുന്നത്. ഇവിടെ നിന്ന് തുടരന്വേഷണങ്ങളും ഉണ്ടാകും. അത് അടുത്ത സ്വാഭാവിക വ്യവസായ വകുപ്പിലേക്കുള്ള സ്ഥാപനമാണിത്. സ്വാഭാവികമായും വ്യവസായ വകുപ്പുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്ന് തെളിവുകൾ ശേഖരിക്കേണ്ടത്, മൊഴിയെടുക്കേണ്ടതുണ്ട്. അത് കഴിഞ്ഞ് ഒരുപക്ഷെ അതിനു മുമ്പ് തന്നെ വീണ വിജയനിൽ നിന്നും അന്വേഷണ സംഘത്തിന് മൊഴിയെടുക്കേണ്ടി വരും. അവരിൽ നിന്നും അവരുടെ വാദങ്ങൾ കേൾക്കേണ്ടി വരും. പ്രധാന പരാതി മുഖ്യമന്ത്രിയും CPM നേതൃത്വമൊക്കെ ഉന്നയിക്കുന്നത് തികച്ചും ഏകപക്ഷീയമായ ഒരു തീരുമാനമാണ് ആദ്യം ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിൽ നിന്ന് ഉണ്ടായത്. ഒരു തരത്തിലും വീണ വിജയന്റെ അവരുടെ വാദമുഖങ്ങൾ കേൾക്കാതെ ഉണ്ടായ ഉത്തരവാണ്. അതിനെയാണ് ചോദ്യം ചെയ്യുന്നതെന്ന് അവർ വ്യക്തമാക്കുന്നു. സ്വാഭാവികമായും ഇനി വിശദമായിട്ട് തന്നെ ഇക്കാര്യം പരിശോധിക്കേണ്ടതായിട്ട് വരും. കാരണം അന്വേഷണം തലസ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ്. എക്സാലോജിക്കും CMRലും തമ്മിലുള്ള ഇടപാടിലാണ് അന്വേഷണം നടക്കുന്നത്. SFIOയുടെ ഡെപ്യൂട്ടി ഡയറക്ടർ അരുൺ പ്രസാദ് പ്രഗത്ഭനായ ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇപ്പോൾ തലസ്ഥാനത്ത് എത്തിയിരിക്കുന്നത്. കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ആസ്ഥാനത്താണ് ഇത്തരമൊരു പരിശോധന നടത്തുന്നത്. അവിടെ നിന്ന് 1 കിലോമീറ്റർ മാത്രം അകലെയാണ് ക്ലിഫ് ഹൗസ് സ്ഥിതി ചെയ്യുന്നത്. ഇനി അന്വേഷണം എങ്ങോട്ട് എന്ന ചോദ്യമാണ് ഉയരുന്നത്. സ്വർണം വെള്ളി നിരക്ക്